Good afternoon. Good afternoon, Miss. Good afternoon. Strength വളരെ കുറവാണല്ലോ. ഓക്കെ, ഇത് പ്രെയർ ആരാണ്? പ്രെയർ ആരാണ്? Good afternoon, teacher. Good afternoon. പ്രെയർ ആരാണ്? ഞാൻ പറഞ്ഞു ടീച്ചർ. പറഞ്ഞോടാ. Good afternoon, everyone. Prayer. May everyone be happy, healthy, be at peace, all be blessed with love, compassion, and kindness. May we all live in harmony, respect, and understanding, find strength in our diversity and unity in our shared humanity. Sign in. Sign in teacher പറയാനാ പറഞ്ഞത് ഇന്ന്. ഓക്കെ, അപ്പൊ ഇന്ന് സൈൻ ഇൻ പറയണ ഞാനാണ്. നമ്മുടെ ഇന്നത്തെ ഈ വണ്ടർഫുൾ ക്ലാസ്സിലേക്ക് നിങ്ങൾ ഓരോരുത്തരും സൈൻ ഇൻ ചെയ്യാണ്, വെൽക്കം ചെയ്യാണ്. ഞാൻ സൈനിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ കുസൃതി ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. ചെറിയ ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ആൻസർ ക്ലാസ് കഴിഞ്ഞ് പോണേക്കാളും മുമ്പായിട്ട് തന്നെ നിങ്ങൾ പറയണം. ഓക്കെ അല്ലേ? സൈൻ ഔട്ട് അതിന്റെ ആൻസർ പറയണം. ഞാൻ കഥ പോലെ പറയാം. നമുക്ക് ഒരു മരത്തില് നിറച്ചും പൂക്കളുണ്ട്. നിറച്ചെന്ന് വെച്ചാൽ ഒത്തിരി പൂക്കളുണ്ട്. നമുക്ക് ഈ മരം കഴിഞ്ഞിട്ട് അമ്പലമുണ്ട്. ഒരു 3 അമ്പലങ്ങളുണ്ട്. ഈ 3 അമ്പലങ്ങളിലും നമ്മൾ ഈ പൂക്കൾ കൊണ്ടുവന്ന് വെക്കണം. ഈ 3 അമ്പലങ്ങളുടെ മുമ്പിൽ ഓരോ കുളമുണ്ട്. സോ നമ്മൾ മരത്തിൽ നിന്ന് പൂ പറിച്ച് കുളത്തിൽ മുങ്ങിയിട്ട് വേണം അമ്പലങ്ങളിൽ വെക്കാനായിട്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ മരത്തിൽ എന്ത് ചെയ്തു? പൂ പറിച്ച് കുളത്തിൽ മുങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൂക്കൾ എന്താവും? ഡബിൾ ആകും, ഇരട്ടിയാകും. അപ്പൊ നമ്മള് അതില് ഒരു അമ്പലത്തിൽ ഒരു നമ്പർ വെച്ചു. ഞാൻ പറയാം, ഒരു പൂ പറിച്ചു, കുളത്തിൽ മുങ്ങിയപ്പോ അത് 2 പൂവായി. സോ ഞാൻ അത് എന്ത് ചെയ്തു? അമ്പലത്തിൽ ഒരു പൂ വെച്ചു. ദെൻ നെക്സ്റ്റ് അമ്പലത്തിന്റെ ഫ്രണ്ടിലും ഒരു കുളമുണ്ട്. ആ കുളത്തിൽ മുങ്ങുമ്പോൾ ഇത് വീണ്ടും ഡബിൾ ആകും. അപ്പൊ ഒരു പൂ എവിടെ വെച്ചു? അടുത്ത അമ്പലത്തിൽ വെച്ചു. ദെൻ 3ാമത്തെ അമ്പലത്തിൽ ഞാൻ എന്ത് ചെയ്തു? 3ാമത്തെ കുളത്തിൽ മുങ്ങി. അപ്പോഴും എന്റെ കയ്യിൽ എത്ര പൂവായി? 2 പൂവായി. ഒരു പൂ എവിടെ വെച്ചു? ആ അമ്പലത്തിൽ വെച്ചു. അങ്ങനെ വെക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എല്ലാ അമ്പലത്തിലും വെക്കേണ്ടത് സെയിം നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ആണ്. ഫസ്റ്റ് അമ്പലത്തിൽ വെച്ച് തന്നെ ഫ്ലവേഴ്സ് തന്നെ വേണം ഈ 3 അമ്പലത്തിലും വെക്കാനായിട്ട്. പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം ഈ പൂവും കൂടി വെച്ച് കഴിയുമ്പോൾ, അവസാനത്തെ അമ്പലത്തില് ഈ പൂവ് വെച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ കയ്യിൽ പിന്നെ എന്ത് പാടില്ല? പൂക്കളൊന്നും പാടില്ല. ഓക്കെ അല്ലേ? യെസ് ടീച്ചർ, ഓക്കെ ആണ് ഉത്തരം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന് ആലോചിച്ച് നോക്കിയ എല്ലാവരും. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യും. നമുക്ക് ഒരു മരത്തിൽ നിറച്ചും പൂക്കളുണ്ട്, 3 അമ്പലമുണ്ട്, 3 കുളമുണ്ട്. ഈ ഓരോ കുളത്തിൽ നമ്മൾ മുങ്ങുമ്പോഴും നമ്മുടെ കയ്യിലുള്ള പൂക്കൾ എന്താകും? ഡബിൾ ആകും. അപ്പൊ നമ്മൾ എത്ര പൂവാണ് ഓരോ അമ്പലത്തിൽ വെക്കേണ്ടത്, അതേപോലെ തന്നെ എത്ര പൂ എന്ത് ചെയ്യണം? പിക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്ന് ആലോചിച്ച് കണ്ടുപിടിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല എല്ലാവർക്കും? സൗമ്യ, ഫാത്തിമ, ദീപ, എല്ലാവർക്കും ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ? മനസ്സിലായില്ലേ? മനസ്സിലായ ക്ലിയർ ആവാത്തൊന്നുമില്ലല്ലോ? അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. ജസ്റ്റ് തിങ്കിങ് ആണ്, മാത്സ് ആണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടും ആൻസർ. എത്ര പൂ പറിക്കണം, എത്ര പൂ വീതം വെക്കണം. ഓക്കെ അല്ലേ?
ഓക്കെ, നമ്മൾ ക്ലാസ്സിലേക്ക് വരാണ്. തോട്ട് ഓഫ് ദി ഡേ ആരാ പറയുന്നേ? തോട്ട് ഓഫ് ദി ഡേ ഒന്നും ഇല്ല അല്ലേ? ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പോകുമ്പോൾ ഞാൻ ഇവിടുന്ന് ഒരാളെ ഏൽപ്പിക്കും സൈനിങ് പറയാനും തോട്ട് ഓഫ് ദി ഡേക്കും അതേപോലെ തന്നെ പ്രേയറിനൊക്കെ. ഇത് നല്ലത് തോന്നുന്നുണ്ട്. നമ്മൾ എവിടം വരെയാണ് ഗുഡ് മാനേഴ്സ് എടുത്തതെന്ന് ഓർമ്മയുണ്ടോ ലാസ്റ്റ് ക്ലാസ്സിൽ? എവിടെ വരെയാണ് എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? ബെഡ്റൂം മാനേഴ്സ്, ബാത്റൂം മാനേഴ്സ് വരെയാണ് എടുത്തത് ടീച്ചർ. ബാത്റൂം മാനേഴ്സ് വരെ പറഞ്ഞത്. ഇനി അടുത്താണ് ബെഡ്റൂം മാനേഴ്സ്. സാധാരണ നമ്മള് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറ്? നമ്മള് ബെഡ്ഷീറ്റ് ഒക്കെ എന്ത് ചെയ്യും? നല്ല രീതിയിൽ മടക്കി സൂക്ഷിച്ച് വരും. അതേപോലെ ബെഡൊക്കെ വല്ല ചുളിവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താവും? കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബെഡൊക്കെ പ്രോപ്പർ ആയിട്ട് വിരിച്ചിടും അല്ലെ? സാധാരണ രീതിയിൽ നമ്മൾ എല്ലാവരുടെ വീട്ടിലും ചെയ്യാറുള്ള കാര്യമാണ് ബെഡ്റൂം മാനേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും കുട്ടികൾ നേരത്തെ എഴുന്നേൽക്കാനായിട്ട് നോക്കണം. ഏർലി ടു റൈസ് ഏർലി ടു ബെഡ്. റെസ്റ്റിനിൽ നേരത്തെ എഴുന്നേൽക്കാനും നേരത്തെ ഉറങ്ങാനും അവർ ശീലിപ്പിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവരെല്ലാ ഡ്യൂട്ടീസും കറക്റ്റ് ആയിട്ട് രാവിലെ തന്നെ ഫിനിഷ് ചെയ്ത് അവർക്ക് എവിടെ പോകാൻ പറ്റുള്ളൂ? സ്കൂളിൽ പോകാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ശീലിപ്പിക്കേണ്ട ശീലാണ് അവരോട് ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും പറയിപ്പിക്കണം. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ് വരുന്നെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കുട്ടികൾക്കാണ് നമുക്കും അത് ശീലിപ്പിക്കുക. നമ്മൾ പറഞ്ഞ് തന്നെ ശീലിപ്പിക്കണം. മക്കൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഗുഡ് മോർണിംഗ് പറയാം. ആദ്യം 2-3 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ഒരു റിപ്പീറ്റ് ചെയ്യില്ല എന്ന് വിചാരിക്കും. നമ്മൾ വീണ്ടും പറയാം ഗുഡ് മോർണിംഗ്. തിരിച്ച് ഗുഡ് മോർണിംഗ് കിട്ടണ വരെ ഗുഡ് മോർണിംഗ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താവും? നമ്മളോട് ഗുഡ് മോർണിംഗ് പറയും. രാത്രി ആണെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ? കിടക്കാൻ പോവാണെങ്കിൽ ഗുഡ് നൈറ്റ് പറയാം. സോ അതേപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രേ ചെയ്തിട്ട് രാവിലെ നമുക്കറിയാം എന്താ പറയാ, ദൈവത്തിന് നമ്മൾ ഇത്രയും നല്ലൊരു ദിവസം തരുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് എഴുന്നേൽക്കാം. അതേപോലെ രാവിലെ തന്നെ നല്ല എന്താ പറയാ, നമ്മൾ മോർണിംഗ് ഡ്യൂട്ടീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുക. എന്നാൽ മാത്രമേ കുട്ടികൾക്ക് ആ ഡേയിലേക്ക് ചെയ്യേണ്ട എനർജി ഫുഡിന് കിട്ടുള്ളൂ. സോ ആ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യാം. നമ്മള് എന്താ പറയാ, ബെഡൊക്കെ കറക്റ്റ് ആയിട്ട് റോളൊക്കെ ചെയ്ത് ബെഡ്ഷീറ്റ് ഒക്കെ റോൾ ചെയ്ത് മടക്കി കറക്റ്റ് ആയിട്ട് റൈറ്റ് പ്ലേസിൽ വെക്കാം. അതേപോലെ പാരന്റ്സിനെ ഹെൽപ്പ് ഒക്കെ ചെയ്യാം. ചെറിയ ഹെൽപ്പൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അത് നല്ലതായിരിക്കും. അപ്പോ വീട്ടിലാരെങ്കിലും കുട്ടികളെ കൊണ്ട് വീട്ടിൽ ചെറിയ ജോലികളൊക്കെ ചെയ്യിപ്പിക്കാറുണ്ടോ? ടീച്ചർ എല്ലാ ജോലിയും ചെയ്യിപ്പിക്കാറുണ്ട്. കുക്കിംഗ് മീൻസ് മോൻ വലുതായി, ഇപ്പം 10th-ലാണ്. അവൻ കുക്കിങ്ങിലൊക്കെ ഹെൽപ്പ് ചെയ്യും. ഫ്രൈ ചെയ്യാനും പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും പിന്നെ ഫ്ലോറൊക്കെ മോപ്പ് ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. ബാക്കിയുള്ളവര് വീട്ടില് മക്കളൊക്കെ? ഇവിടുത്തെ ആൾക്ക് 6 വയസ്സായിട്ടുള്ളൂ മിസ്, മൂത്താൾക്ക്. ആളിതുപോലെ ഞാൻ ചപ്പാത്തി പരത്തിയിടുമ്പോ എന്നോട് പറയും ഞാൻ ഉണ്ടാക്കി തരാട്ടെ അമ്മയെന്ന് പറയും. അപ്പൊ ആളാണ് ഉണ്ടാക്കുക. നല്ലതാണ്. ചെയ്യാറുണ്ട്. 7 വയസ്സുള്ള കുട്ടിയാണ് ആള്. അലക്കിയതൊക്കെ മടക്കി വെക്കാനും പിന്നെ റൂമൊക്കെ വല്ലതൊക്കെ പരന്ന് കിടക്കുന്നതൊക്കെ ഒതുക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സ്കൂളിലെ ടൈം ടേബിൾ ഒക്കെ കറക്റ്റ് ആയിട്ടൊക്കെ എടുത്തു വെക്കാറുണ്ട്. സ്കൂളിൽ പോകുമ്പോ ഒന്നും അറിയേണ്ടി വരുന്നില്ല. എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ അവര് ചെയ്തു പോകാറുണ്ട്. അവന്റെ ഡ്യൂട്ടീസ് അവൻ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ആള് വേറെന്താ? വീട്ടിലെ മക്കള് ബാക്കി എല്ലാവരെയും കുഞ്ഞു മക്കളാണ്? അല്ല, എന്റെ മോള് 10th പഠിക്കണം. ഹെൽപ്പ് ചെയ്യാറുണ്ട്. ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ. ഓക്കേടാ. നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെറുപ്പത്തിലെ തന്നെ കുറച്ച് ഡ്യൂട്ടീസ് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പൊ അവര് ഭക്ഷണം കഴിച്ച പാത്രം, ചെറിയ കുട്ടികളാണെങ്കിൽ സിംഗിൾ കൊണ്ടുവന്നിട്ടാൽ മതി. ഒരു 7-8 വയസ്സുള്ള കുട്ടികൾ 7 വയസ്സൊക്കെ വരെയാണെങ്കിൽ നമ്മൾ സിംഗിൾ കൊണ്ടുവന്നിട്ടാൽ പറയാം, അല്ലെങ്കിൽ സിംഗിൾ അവിടെ വെച്ചാൽ മതി എന്ന് പറയാം. പക്ഷെ കഴിച്ച പാത്രം അവൻ ആയിരിക്കുന്ന ടേബിളിൽ നിന്ന് അവിടേക്ക് കൊണ്ടുവന്ന് വെക്കണമെന്ന് അവന് ചെറുപ്പത്തെ പഠിപ്പിക്കണം. അത് പിന്നെ കുറച്ചും കൂടി വലുതാവുമ്പോൾ നമ്മൾ അവരെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിപ്പിക്കാം. പാത്രം ക്ലീൻ ചെയ്യാനും വാഷ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് പ്ലേസ് ചെയ്യാനും അവരെ പഠിപ്പിക്കാം. അതേപോലെ തന്നെ ചെറുപ്പത്തിലെ തന്നെ കുട്ടികളോട് അവരുടെ ഇന്നേഴ്സ് ഒരു ഏജ് ആവുമ്പോൾ അവരുടെ ഇന്നേഴ്സ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നോക്കണ്ട.
കുട്ടികളുടെ ഇന്നേഴ്സ് അവർ തന്നെ കഴുകാനായിട്ട്, അവരോട് തന്നെ കഴുകാനായിട്ട് ശീലിപ്പിക്കണം, നല്ലതായിരിക്കും. അത് ചെറുപ്പത്തിൽ ശീലിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവർ വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മാറ്റിയെടുക്കാനായിട്ട് പറ്റൂല. അപ്പോ ചെറുപ്പത്തിൽ ശീലിക്കുന്ന ശീലങ്ങൾ ഒരു കാരണവശാലും വലുതായാലും മാറില്ല. അപ്പൊ അവരിത് ഫോളോ ചെയ്തോളൂ, ത്രൂ ഔട്ട് ലൈഫ് അവരത് ഫോളോ ചെയ്തോളൂ. സോ ഇതേപോലെ ചെറിയ ടാസ്കുകളൊക്കെ അവർക്ക് കൊടുക്കുക, പാരന്റ്സിന് അവർ വർക്ക് ചെയ്യുമ്പോൾ അത് ഹെൽപ്പ് ഒക്കെ ചെയ്യാൻ നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, രാവിലെ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ടൈം വേണ്ടേ? ഇപ്പൊ ടൈം ഉണ്ട്, വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്ക് ടൈം ഉണ്ടെന്ന് പറയാം. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ എഴുന്നേറ്റാൽ മാത്രമേ, നേരത്തെ ഇറങ്ങി നമ്മൾ ഫുൾ റെസ്റ്റ്, ബോഡിക്ക് ഫുൾ റെസ്റ്റ് കൊടുത്ത് നമ്മൾ നേരത്തെ എഴുന്നേറ്റാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ടൈം കൂടുതലായിട്ട് ബാലൻസ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും നമ്മളുടെ ഡ്യൂട്ടീസ്, ഇപ്പൊ ഹോംവർക്ക്, അതേപോലെ തന്നെ ഇപ്പൊ ടൈം ടേബിൾ അറേഞ്ച് ചെയ്ത് വെക്കാനും, ടിഫിൻ ബോക്സ് എന്താ പറയാ, ഇത് നമ്മുടെ കുട്ടി ടിഫിൻ ബോക്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് പാക്ക് ചെയ്ത് വെക്കാനും ഒക്കെ അവനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് നല്ല രീതിയിൽ നേരത്തെ ഉണരണം. ഓക്കെ, ഇപ്പൊ ബെഡ്റൂം മാനേഴ്സ് ആരാ വായിക്കുന്നേ? വായിക്കാം. ഓക്കെ, Bedroom manners. Early to rise, early to bed is must for all. That is very important to the students. Before going to bed, finish all the daily duties and say good night and good morning to your parents and pray to God. Early to boost is good for your health. So get up early, finish morning duties fastly, and help their parents if they can. Start school at the correct time. For the above, teacher instruct to students as follows. Get up early to do things by yourself. Roll the bed neatly and carry it in the right place. Adjust with your parents in their work. Then only you can come to the school early. ഓക്കെ, ഞാൻ പറഞ്ഞതും ആൾ വായിച്ചതും തമ്മിൽ മനസ്സിലായ എല്ലാവർക്കും? Yes, teacher. വീട് Yes, എക്സ്പ്ലെയിൻ teacher. ചെയ്യണം, രണ്ടാമത് എക്സ്പ്ലെയിൻ ചെയ്യണം സെന്റൻസ് ബൈ സെന്റൻസ്. എല്ലാം ക്ലിയർ ആയില്ലേ? ഞാൻ എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ? Action song. ആരൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്? ഞാൻ പ്രിപ്പയർ ചെയ്തത് ഇന്നലത്തെ ക്ലാസ്സിൽ പറയേണ്ടി വന്നു ടീച്ചർ. ഇന്നലത്തെ ക്ലാസ്സിലോ? ഇന്നലെ ആക്ഷൻ സോങ് ആരെങ്കിലും പറയുമെന്ന് ചോദിച്ചപ്പോ ഞാൻ ഇന്നത്തത് ഇന്നലെ പറഞ്ഞു. വേണമെങ്കിൽ ഒന്നുകൂടി പറയാം, കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇന്നലത്തെ ആരുടെ ക്ലാസ് ആയിരുന്നു? അശ്വതി മിസ്സിന്റെ. ഇന്നലെ അശ്വതി ടീച്ചറുടെ. ഓക്കെ, ഇത് നമ്മൾ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ എന്തായാലും ക്ലാസ്സിൽ പറയേണ്ടതായിട്ട് വരും. വേറെ ആരൊക്കെയാ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? മെസ്സേജ് അയക്കട്ടെ പേര്. ദീപ, സൗമ്യ, ഷമീറ അല്ലെ? ഞാൻ ഷമീറിനെ പിൻ ചെയ്യും. മോനെ ആക്ഷൻ സോങ് പ്രസന്റ് ചെയ്യാവുന്നതാണ് കേട്ടാ. സ്റ്റാർട്ട് ചെയ്തോ കേട്ടാ. ക്യാമറ ഓൺ ചെയ്യോ? ചെയ്യാം. ഓക്കേടാ. കാണാൻ പറ്റുന്നുണ്ടോ? Clap your hands, clap your hands, listen to the music and clap your hands. Take your tap your feet, listen to the music and tap your feet. Turn around, listen to the music and turn around. Jump up high, listen to the music and jump up high. Thank you, Miss. ഓക്കേടാ, നന്നായിരുന്നു കേട്ടാടാ. അടുത്ത ആരാണ്? ഗീത അല്ലേ? ഗീതനെ പിൻ ചെയ്യുന്നുണ്ട്. ഓ ടീച്ചർ, ഞാൻ പറയണം. ഓക്കെ, ക്യാമറ ഓൺ ചെയ്യില്ലേ? ഓക്കെ ടീച്ചർ, ക്യാമറ ഓൺ ചെയ്യാം. ഇത് ഞാൻ വെക്കേണ്ട സ്പേസ്. ഒരു മിനിറ്റ് ടീച്ചർ. ഓക്കെ ടീച്ചർ. ലിസൺ ചെയ്തോടാ.
watermelon, watermelon, papaya, papaya, chiku, 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 fruit salad, fruit salad. Pomegranate, pomegranate, banana, banana, orange, 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 fruit salad, fruit salad. Okay, teacher. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഹെൽത്തി ഫുഡ് ഐറ്റംസിനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ? യെസ് ടീച്ചർ. ഇത് ശരിക്കും അല്ല ഫ്രൂട്ട്സും ഇതെല്ലാം വേണം, എന്നാലും അത് ഒന്നുകൂടി കളർഫുൾ ആവും. ഓക്കെ, അത് നമ്മള് കാർഡ് ഉപയോഗിച്ച് ചെയ്യണം അല്ലെ? യെസ് ടീച്ചർ. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ റെക്കോർഡ് റൈറ്റ് ചെയ്ത് തുടങ്ങിയില്ലേ? റൈമിംഗ് സോങ്സ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടില്ലേ? യെസ് ടീച്ചർ. ഫസ്റ്റ് റെക്കോർഡാണ് കംപ്ലീറ്റ് ചെയ്തത്, സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. പോണുള്ളൂ. അപ്പൊ അതിൽ നിങ്ങൾ കൂടുതലായിട്ട് ആക്ഷൻ സോങ്സ് ഒക്കെ എഴുതും കേട്ടോ. അപ്പൊ നിങ്ങൾ കൂടുതൽ കുറച്ചുകൂടി സോങ്സ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എഴുതാനൊക്കെ പറ്റും, പ്രസന്റ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അടുത്ത ആരാണ് പ്രിപ്പയർ ചെയ്തിരിക്കണേ? ഞാൻ പേര് വിളിക്കണോ? സൗമ്യ, സൗമ്യ, ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ റെഡി ആയിട്ട് പാടാം. പ്രിപ്പയർഡ് ആണോ? ഓക്കെ, ഞാൻ പിൻ ചെയ്യാം കേടാ. ക്യാമറ ഓൺ ചെയ്യോ? ഓക്കെ, പ്രസന്റ് ചെയ്തോ കേട്ടോ. Good morning, good morning. It is such a beautiful day. Good morning, good morning. It is such a beautiful day. The sun is up. The birds are singing. The grass is green. And the sky is blue. The flowers bloom. The trees are showing. നന്നായിരുന്നു സൗമ്യ. പേടിക്കണ്ട കേട്ടാ. അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നല്ല കോൺഫിഡന്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. പേടിക്കാണ്, നല്ല കോൺഫിഡന്റ് ആയിട്ട് ചെയ്യണേ. ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഈ ആളാണ് ഒരു സ്കൂളിൽ പോയിട്ട് പിള്ളേരൊക്കെ പഠിപ്പിക്കണേ. ധൈര്യത്തോടെ അവിടെ പോയി പഠിപ്പിക്കണ്ടേ? അത് ഇവിടെ നിന്ന് ട്രെയിൻ ചെയ്യണം പോലെ ചെയ്താൽ മാത്രം, ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ പോയിട്ട് പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. പേടിച്ചിരിക്കാൻ പറ്റുമോ? പേടിയൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? ദീപ. അപ്പൊ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ദീപ, ദീപ ദേവദാസ്. ദീപ, ദീപ, ഹലോ അഞ്ജിത. ദീപം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അഞ്ജുജി. എനിക്ക് പാടില്ലായിരുന്നു, മൂത്രത്തിൽ പഴുപ്പായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ആക്ടിവിറ്റി വരുമ്പോ ചെയ്യണം കേട്ടോ. അഞ്ജിത. സോറി മിസ്, ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ആണോ? സുജിത. മിസ്സേ, ഞാൻ ചെയ്തിട്ടില്ല. എന്നാലും നേരത്തെ ഇവിടെ ഒന്ന് അവതരിപ്പിച്ചതാണ്, അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, ഞാൻ പിൻ ചെയ്യാം.
Butterfly, butterfly, where are you going? Where are you going? Out in the garden. Cute, cute butterfly, cute, cute butterfly. ഓക്കെ, നമ്മുടെ അറ്റംപ്റ്റ് നല്ലതായിരുന്നു. കാരണം ഞാൻ പറഞ്ഞത് ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് എല്ലാവരും കൊണ്ട് ഇപ്പൊ ഇന്ന് പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാരെ കൊണ്ട് ഞാൻ എന്തായാലും ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചിട്ട് ആക്ഷൻ സോങ് ചെയ്യിക്കും കേട്ടോ. ഞാൻ നേരത്തെ ക്ലാസ് കണ്ടില്ലായിരുന്നു മിസ്. മിസ് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. ആക്ഷൻ സോങ് ആയിട്ട് മോനാനെ വിചാരിച്ചിട്ടുണ്ടാവും. കുഴപ്പമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ച് ആക്ഷൻ സോങ് ചെയ്യൂലേ? പ്രിപ്പയർ ചെയ്തിട്ട് നെക്സ്റ്റ് തേഴ്സ്ഡേ എന്റെ ക്ലാസ്. ഓക്കെ, ഇനി ആരാണ്? കുഞ്ചൂസ്, അതാരാണ്? ഇല്ല മിസ്, നോക്കിയിട്ടില്ല. ഓക്കേടാ, നെക്സ്റ്റ് ക്ലാസ്സില് പ്രിപ്പയർ ചെയ്യോ? അല്ല, പ്രസന്റ് ചെയ്യോ? ഓക്കെ മാം. ഓക്കെ, കുഴപ്പമില്ല. അയന? മിസ്സേ, ഞാൻ പ്രിപ്പയർ ചെയ്തില്ല മിസ്സേ. അച്ഛന് ഈ 1.5 വയസ്സിന്റെ ഇഞ്ചക്ഷൻ എടുത്തിട്ടിരിക്കുവായിരുന്നു. അപ്പൊ പനി ഇതൊക്കെ ആയതുകൊണ്ട് വഴക്ക്. അടുത്ത ക്ലാസ്സിൽ എന്തോ 1.5 വയസ്സിന്റെ അപ്പൊ പനിയൊക്കെ ആയിട്ട് വേദനയൊക്കെ ആയിട്ടിരിക്കണം. അതൊന്നും നോക്കിയില്ല. പനി കുറഞ്ഞോ? ഇപ്പൊ കുറവുണ്ട്. മരുന്ന് കൊടുക്കുന്നുണ്ട്. ഇന്നും കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞേ. പക്ഷെ കുറച്ചു മുന്നേ നടക്കാനൊക്കെ തുടങ്ങി. അതുവരെ നടക്കുന്നില്ല. കാലിനൊക്കെ വേദനയായിരുന്നു. അത് 1.5 വയസ്സിന്റെ ആവുമ്പോ ഇത്തിരി, പിന്നെ അതേപോലെ തന്നെ ഇത്തിരി കൂടുതലും ഡോസ് കൂടുതലാണ്. ഡിഗ്രി ഒത്തിരി കൂടുതലാണ്. അപ്പൊ എല്ലാ വാക്സിനും ഒരുമിച്ചുള്ളതാ. ഒത്തിരി പെയിൻ ഉണ്ടാവും. MMR എടുത്തിട്ടുണ്ടായിരുന്നോ? എന്തോ MMR വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നോ? മംസ്, മീസിൽസ്, റുബെല്ല? അതും ഉണ്ടായിരുന്നു. 2 ഉണ്ടായിരുന്നു. ഒരെണ്ണം കൈക്കും ഒരെണ്ണം കാലിനും ആയിരുന്നു. ഇന്നലെ കൈക്കിട്ടക്കാരന് MMR. MMR ആണ് MMR എടുത്തത്? ഹെൽത്തിന്ന് എടുത്ത്? ഹെൽത്തിന്ന് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ നിന്നാണ് ഹെൽത്തിന്നാണ് എടുത്തത്? ഹെൽത്തിന്നല്ല, ഹോസ്പിറ്റലിൽ പോയി എടുത്തത്. ഗവൺമെന്റ് ഹോസ്പിറ്റലോ പ്രൈവറ്റോ? ഗവൺമെന്റ്. ഓക്കെ. വാക്സിനില് അവര് MR എന്നാണ് ടിക്ക് ചെയ്ത് MMR ആണോ എന്ന് നോക്കണം കേട്ടോ. കാരണം നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലില് MR വാക്സിൻ ആണ് ഉള്ളത്. മംസ്, റുബെല്ല, മീസിൽസ്, റുബെല്ലയുടെ വാക്സിൻ ആണ് ഉള്ളത്. MMR ആണോ പറഞ്ഞായിരുന്നു തോന്നുന്നു. ആണോ? ഏതാണ്? റുബെല്ലാന്ന് പറഞ്ഞായിരുന്നു. ആണോ? കാരണം എന്താണെന്നറിയാവോ? ആൺകുട്ടി പെൺകുട്ടിയോ? പെൺകുട്ടി. അപ്പൊ കുഴപ്പമില്ലടാ. ആൺകുട്ടി ആണെങ്കിൽ മംസ് MMR എടുക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം മംസ് ഉണ്ടല്ലോ, നമ്മുടെ മുണ്ടുനീര് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ മുണ്ടുനീരിനെതിരെയുള്ള വാക്സിൻ ആണ് MMR എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളുടെ ഏരിയയിലൊക്കെ അല്ലെങ്കിൽ ഈ സമയത്ത് കൂടുതലായിട്ട് ആൾക്കാർക്ക് മുണ്ടുനീര് വന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇത് ആൺകുട്ടികൾ, ചെറുപ്പത്തിലെ ആൺകുട്ടികൾക്ക് അത് വന്നു കഴിഞ്ഞാല് അവർക്ക് എന്താണ് ഇൻഫെർട്ടിലിറ്റി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൺകുട്ടികൾക്ക് ഇൻഫെർട്ടിലിറ്റി കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പെൺകുട്ടികൾക്ക് ഉണ്ട് സൈഡ് എഫക്ട്, എന്നാൽ കൂടുതൽ പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ആൺകുട്ടികൾ. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ട് ആൺകുട്ടികൾക്ക് ഇപ്പൊ MMR എടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ചോദിച്ചാണ്. 1.5 വയസ്സിന്റെ വാക്സിനാന്ന് പറഞ്ഞപ്പോ ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളൂ. ഓക്കെ. എന്റെ വീട്ടിലിപ്പോ ഒരാള് 1.5 വയസ്സിന്റെ വാക്സിൻ കഴിഞ്ഞ് ഒരു എത്ര മാസമായിട്ട് 3 മാസമായിട്ടുണ്ടാവുള്ളൂ. ആൾക്കും ഇതേപോലെ തന്നെ MMR എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ പോയി ബൂസ്റ്റർ എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ പോയി 1 മാസം കഴിഞ്ഞിട്ട് MMR എടുക്കുകയും ചെയ്തത് പ്രൈവറ്റിൽ നിന്ന്. ആൺകുട്ടി ആയതുകൊണ്ടാണ് നിർബന്ധമായിട്ട് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ എടുക്കണം. കുഴപ്പമില്ല, പെൺകുട്ടിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലാന്നല്ല, അത് വന്നാൽ അത്ര സൈഡ് എഫക്ട്സ് നമുക്ക് ഉണ്ടാവില്ല പെൺകുട്ടികൾക്ക്. MMR വാക്സിൻ ഇപ്പോ അത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല മാം. അതുകൊണ്ടല്ലേ ഇപ്പൊ കുറെ കൂടുതലായിട്ട് വരുന്നേന്നുള്ളത് പേപ്പറിൽ കണ്ടത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു.
ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നില്ല MMR വാക്സിൻ. MMR വാക്സിൻ ഉണ്ട്, MMR ബൂസ്റ്റർ ഉണ്ട്, പക്ഷെ MMR ഇല്ല, മംസിന്റെ വാക്സിൻ ഇല്ല. അപ്പൊ പാരന്റ്സിനോട് നമ്മൾ പറയാറുണ്ട് ഇത് പുറത്തുനിന്ന് പോയി എടുക്കണം, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പോയി എടുക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. കുറച്ച് പൈസ കൂടുതലുണ്ട്, 1000 രൂപ അടുപ്പിച്ചാകും. പക്ഷെ നമ്മളെ കുട്ടിക്ക് എന്താണ് ഇമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ റിസ്ക് എടുക്കൂലല്ലോ. അപ്പൊ എല്ലാവരും എടുക്കണം MMR. ഓക്കെ, ടീച്ചർ ഹെൽത്തില് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, എനിക്കറിയാം. ഓക്കെ ടീച്ചർ. അപ്പൊ മിക്കപ്പോഴും പറയാറുണ്ട്, ഞാൻ പറഞ്ഞതേ. ഓക്കെ, അപ്പൊ നമ്മള് ബെഡ്റൂം മാനേഴ്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെൽത്തി ഹാബിറ്റ്സിന്റെ ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ കുറെ രണ്ടൂന്ന് പേര് മാത്രമേ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഹെൽത്തി ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആക്ഷൻ സോങ് കിട്ടാനാണെങ്കിൽ ബ്രഷ് 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 യുവർ ടീത്ത്, ബ്രഷ് യുവർ ടീത്ത്, ടോയ്സ് അല്ലല്ലോ, 2 times, ആ ഒരു സോങ് ഒക്കെ ഇല്ലേ, അതൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ വാഷ് യുവർ ഹാൻഡ്സ്, അങ്ങനെയൊക്കെ ആക്ഷൻ സോങ്സ് കണ്ടിട്ടില്ലേ? അപ്പൊ എല്ലാവരും അത് നോക്കി കണ്ട് പഠിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും പ്രസന്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ ടീച്ചർ. ഓക്കെ മിസ്. ഇപ്പോ പ്രസന്റ് ചെയ്തവരാണെങ്കിലും നിങ്ങൾ ഒന്നും കൂടി പുതിയൊരു ആക്ഷൻ സോങ് പഠിച്ചിട്ട് നല്ലത് എന്ന് വെച്ചാൽ ഹെൽത്തി ഹാബിറ്റ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. എന്താണ് പറയുന്നത്? ഹെൽത്തി ഹാബിറ്റ്സ്. ഹെൽത്തി ഹാബിറ്റ്സ് എന്ന് വെച്ചാൽ ബാത്ത്, ബ്രഷ്, വാഷ്, എന്താണ് ഹാൻഡ് വാഷ്, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇന്ന് തന്നെ അത് നമ്മൾ നോട്ടിൽ പ്രിപ്പയർ ചെയ്ത് എഴുതി വെച്ചോ, ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ വരുമ്പോഴേക്കും ചിലപ്പോ മറന്നൊക്കെ പോയിട്ടുണ്ടാവും അല്ലെ പിള്ളേരെ? നോ ടീച്ചർ, മറക്കില്ല. അപ്പൊ ഗ്രൂപ്പിൽ ഒന്ന് ഇൻഫോമും കൂടി ചെയ്തേക്ക്. ആക്ഷൻ സോങ് എന്തായാലും കമ്പൽസറി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യണം. ഞാൻ എന്തായാലും അതിന് പുറകെ പോവില്ല കേട്ടോ. ഇനി ജനറൽ മാനേഴ്സ് ആണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. കുട്ടികളിൽ എന്തെല്ലാം ജനറൽ മാനേഴ്സ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടീച്ചർ ഷുഡ് വാച്ച് ദ സ്റ്റുഡന്റ് ടു ഹാവ് ഗുഡ് ജനറൽ മാനേഴ്സ്. നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ടീച്ചേഴ്സിന്റെ, മോണ്ടിസോറി ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാല് കൂടുതലായിട്ട് അവരെ ഒബ്സർവ് ചെയ്യാണ്, സൂപ്പർവൈസ് ചെയ്യാണ്. അവരുടെ എന്താണ്, എന്തൊക്കെയാണ് അവരുടെ ജനറൽ മാനേഴ്സ്, ഗുഡ് മാനേഴ്സ് എന്തൊക്കെയാണെന്ന് വാച്ച് ചെയ്യാം. സോഷ്യൽ ബിഹേവിയർ ക്യാൻ ബി മേക്ക് എ മാൻ എക്സലന്റ്. ഒരു വ്യക്തിനെ എക്സലന്റ് ആക്കാൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആക്കാനായിട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ ബിഹേവിയർ വളരെ ഇൻഫ്ലുവൻസിങ് ആണ്. ജനറലി ടീച്ചേഴ്സ് ആർ ഗിവിംഗ് കമാൻഡ് ബട്ട് ദേ ആർ ഫെയിൽ ടു വാച്ച് വെദർ ദേ ആർ ഫോളോയിങ് ഓർ നോട്ട്. നമ്മൾ സാധാരണ ടീച്ചേഴ്സിന് പറ്റുന്ന പ്രശ്നം എന്താണ്, അവർ ഇൻസ്ട്രക്ഷൻസും കമാൻഡും കൊടുക്കും, പക്ഷെ അത് അവർ ചെയ്യുന്നുണ്ടോ എന്ന്, ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് പറ്റാറില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, അവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, പുറകെ നോക്കണം, സൂപ്പർവൈസ് ചെയ്യണം അവരെ. It is the duty of the teacher to give instruction and detect whether they are following. If they fail to follow, they should punish them. എന്ത് ചെയ്യണം, അവരെങ്ങാനും ഫെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പണിഷ് ചെയ്യണം. എനിക്ക് പണിഷ് ചെയ്യാനായിട്ടൊന്നും താല്പര്യമില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുള്ളൂ. മേക്ക് ദം ഫോളോ, എന്നിട്ട് അവരെ കൊണ്ട് അതെന്ത് ചെയ്യും, അത് ഫോളോ ചെയ്യാനായിട്ട് പറയിപ്പിക്കണം. അതർവൈസ് ദേ വുഡ് നോട്ട് ബി ഹാവ് ജനറൽ മാനേഴ്സ്. അല്ലാത്ത പക്ഷം അവർക്ക് എന്തുണ്ടാവില്ല, ജനറൽ മാനേഴ്സ് ഉണ്ടാക്കില്ല. മാൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ അനിമൽ ആണ്, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മൾ എല്ലാമായിട്ട്, നമ്മളെന്ത് എവരിബഡി ആയിട്ട്, നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ട്, ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിട്ട് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മാൻ ഈസ് എ സോഷ്യൽ അനിമൽ, സോ ഹി ഹാസ് ടു അഡ്ജസ്റ്റ് വിത്ത് എവരിബഡി. നമ്മള് എന്താണ്, മാൻ എന്ന് പറയുന്നത് സോഷ്യൽ അനിമൽ ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവരായിട്ട് ബാക്കിയുള്ളവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. He has to comply with the rules and regulations of the society. നമ്മൾ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ആയിട്ട് ഫോളോ ചെയ്ത് വേണം പോകാൻ. ഹെൽപ്പിംഗ് അതേഴ്സ് എക്സ്പെഷ്യലി നീഡഡ്. ആർക്കാണോ സഹായം വേണ്ടത് അവർ നമ്മൾ എന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. അവോയ്ഡ് ടോക്കിംഗ് ഇൽ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയരുത്. അവോയ്ഡ് സ്പ്രെഡ്, എന്ത് ചെയ്യാൻ പാടില്ല, കുറ്റമൊന്നും പറയാൻ പാടില്ല. അതേപോലെ തന്നെ ഇഗ്നസ്,
ഭയങ്കര ആകാംക്ഷ അങ്ങനത്തെ കുറയ്ക്കുക, അവോയ്ഡ് ലേസിനെസ് മടി കുറയ്ക്കുക, അവോയ്ഡ് കമ്മിറ്റിംഗ് സൈൻസ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ബീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അടിക്കാൻ പാടില്ല, സ്റ്റീലിംഗ് മോഷ്ടിക്കാനായിട്ട് പാടില്ല, കുട്ടികളായിട്ട് ഫൈറ്റ് ചെയ്യാൻ പാടില്ല, ബാഡ് വേർഡ്സ് ഇന്നത്തെ കാലത്ത് മിക്ക കുട്ടികളും ചെയ്യും. ചെറിയ കുട്ടികൾ പോലും ബാഡ് വേർഡ്സ് പറയും മക്കളെ. അപ്പൊ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒന്നിലും രണ്ടിലൊക്കെ കുട്ടികൾ ഭയങ്കര ബാഡ് വേർഡ്സ് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവര് എവിടെ നിന്ന് ഇത് പഠിക്കണേ. അപ്പൊ ചോദിച്ചു പറഞ്ഞു വരുമ്പോൾ വീട്ടിലും അതേപോലെ അവരെക്കാളും മുതിർന്ന ചേട്ടന്മാരിൽ നിന്നാണ് അവർ പഠിക്കുന്നത്. അപ്പൊ അവരെന്തോ വലിയൊരു സംഭവമാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ബാഡ് വേർഡ്സ് ഒക്കെ പറയുന്നത്. സോ അവരോട് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ ബാഡ് വേർഡ്സ് ആണ്, ഇങ്ങനൊന്നും പറയാൻ പാടില്ല, നല്ല കുട്ടികളാണെങ്കിൽ ഇങ്ങനത്തെ ബാഡ് വേർഡ്സ് ഒന്നും പറയില്ല കേട്ടോ. ഇനി നമ്മൾ അവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഒബെയിങ് എൽഡേഴ്സ് മുതിർന്നവരെ അനുസരിക്കുക. അതേപോലെ തന്നെ ലവിങ് അതേഴ്സ് നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുക. ദെൻ ഡ്യൂട്ടി കോൺഷ്യസ്നെസ് നമ്മളുടെ ഡ്യൂട്ടി എന്താണ് എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. റിസീവിങ് അതേഴ്സ് വിത്ത് വാം വേർഡ്സ് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത വേർഡ്സ് യൂസ് ചെയ്ത് അവരെന്ത് ചെയ്യാം, വെൽക്കം അല്ലെങ്കിൽ അവരെ റിസീവ് ചെയ്യാം. യൂസിങ് പൊളൈറ്റ് വേർഡ്സ് നമുക്ക് താങ്ക് യു, എക്സ്ക്യൂസ് മീ, പ്ലീസ്, സോറി ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളൊരു ലാംഗ്വേജ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് അഡ്ജസ്റ്റിംഗ് വിത്ത് അതർ ടു ഡെവലപ്പ് ഗുഡ് ജനറൽ മാനേഴ്സ് ഇൻ സ്റ്റുഡൻസ്. അതേപോലെ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ജനറൽ മാനേഴ്സ് കുട്ടികളിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എന്താണ് ഗുഡ് ജനറൽ മാനേഴ്സ് ഇൻ സ്റ്റുഡൻസ്. സോ ദ ടീച്ചേഴ്സ് ഷുഡ് റിമെമ്പർ ദ എബോവ് തിങ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ. കുട്ടികൾ ആദ്യം പറഞ്ഞാലൊന്നും ചിലപ്പോൾ അവരനുസരിച്ചൊന്നും വരില്ല. സോ നമ്മൾ അവരെന്ത് ചെയ്തോളാം, വീണ്ടും വീണ്ടും പറഞ്ഞ് തന്നെ അവരെ കൊണ്ട് എന്ത് ചെയ്യണം, ഇതെല്ലാം അനുസരിപ്പിക്കണം. അത് തന്നെയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്, ഞാനിവിടെ ചെയ്യാൻ പോണത്. നിങ്ങളോട് ആദ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ആർക്ക് ആക്ഷൻ സോങ് ചെയ്യാൻ പറ്റില്ല, ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ ഫോളോ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജനറൽ മാനേഴ്സിൽ വരുന്നത്. മറ്റു കുട്ടികളെ എന്ത് ചെയ്യാൻ പാടില്ല, ബീറ്റ് ചെയ്യാൻ പാടില്ല, മറ്റു കുട്ടികളുടെ സ്റ്റീൽ ചെയ്യാൻ ഒന്നും മോഷ്ടിക്കാൻ പാടില്ല, കുട്ടികളായിട്ട് ഫൈറ്റ് ചെയ്യാൻ പാടില്ല, ബാഡ് വേർഡ്സ് പറയാൻ പാടില്ല, മുതിർന്നവർ പറയുന്നത് അനുസരിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം, അവരോട് കോൺഷ്യസ് ആയിരിക്കണം, നമ്മൾ ഡ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കണം, മറ്റുള്ളവരെ നല്ല വാം വേർഡ്സ് വെച്ച് തന്നെ എന്ത് ചെയ്യണം, അഭിസംബോധന ചെയ്യണം. അതേപോലെ തന്നെ എന്താണ് പൊളൈറ്റ് വേർഡ്സ്, താങ്ക് യു, സോറി, എക്സ്ക്യൂസ് മീ, പ്ലീസ് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യാം. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ തന്നെ കുട്ടികൾ ജനറൽ മാനേഴ്സ് പഠിക്കും. ഗുഡ് ജനറൽ മാനേഴ്സിൽ അവർ വളരും. ഓക്കെ അല്ലേ? നിങ്ങൾ ബട്ടണിങ് ഫ്രെയിം കണ്ടിട്ടുണ്ടോ? ഫ്രെയിമുകൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളിതൊന്ന് റീഡ് ചെയ്യും. ഓക്കെ, ഇന്നെടുത്ത പോർഷൻ ഏതായിരുന്നു, ബാത്റൂം മാനേഴ്സും ജനറൽ മാനേഴ്സും ഒന്ന് റീഡ് ചെയ്യും. അപ്പൊ ഞാൻ ബട്ടണിങ് ഫ്രെയിം എടുത്തിട്ട് വരാം. ഒരു മിനിറ്റ് റീഡ് ചെയ്യാം എല്ലാവരും. എല്ലാരും റീഡ് ചെയ്തോ? റീഡ് ചെയ്താ? ഓക്കെ മിസ്.
ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? സിമ്പിൾ അല്ലേ? യെസ്. നമ്മള് ഇനി കുറച്ച് പ്രാക്ടിക്കൽ ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് അപ്പാരറ്റസ് ആണ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ കാണിക്കുന്നത് ബട്ടണിങ് ഫ്രെയിം ആണ്. ഞാൻ ഇമേജ് നമുക്ക് ഇതിലിട്ടേക്കാം. ബട്ടണിങ് ഫ്രെയിം എന്ന് പറയും. ഓക്കെ, ഈ കാണുന്ന പോലത്തെ ബട്ടണിങ് ഫ്രെയിം ആണ് എന്റെ കയ്യിലുള്ളത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളതിൽ ഒരു വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ അവർക്കും? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്കിത് റിമൂവ് ചെയ്യാനും കുട്ടികൾക്ക് ഇത് എന്ത് ചെയ്യാനായിട്ട് ഇടാനും ഇത് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, കണ്ടോ? അത് റിമൂവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണ് ബട്ടണിങ് ഫ്രെയിം. അല്ലെങ്കിൽ മോണ്ടിസോറി മെറ്റീരിയലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ബട്ടണിങ് ഫ്രെയിം എന്ന് പറയുന്നത്. സോ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഇടാനും അതേപോലെ തന്നെ റിമൂവ് ചെയ്യാം, അതേപോലെ തന്നെ ഇടാം. ഓക്കെ, ബട്ടൺ ഇടാനും കുട്ടികളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്കൊക്കെ പ്രോപ്പർ ആയിട്ട് ബട്ടൺസ് ഒക്കെ ഇടാനായിട്ട് അറിയണമെന്നില്ല. അതുകൊണ്ട് ഇതേപോലെ നമുക്ക് ഫ്രെയിമുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കുട്ടികൾക്ക് ചെറുപ്പത്തിലെ തന്നെ അതിന് വേണ്ട ട്രെയിനിങ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ബട്ടണിങ് ഫ്രെയിം ഓക്കെ ആണോ? ടീച്ചർ ഓക്കെ ഓക്കെയാണ്. അപ്പൊ അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത്, അടുത്ത മെറ്റീരിയല് കാണിക്കാൻ പറയാം. അടുത്തത് സിക് ഫ്രെയിം ആണ് തോന്നുന്നുണ്ട്. അടുത്തതാണ് ഇത് ബക്കിൾ ടൈപ്പ് ഫ്രെയിം എന്ന് പറയും കേട്ടോ. നമ്മള് ബാഗ് ഒക്കെ ഇല്ലേ മക്കളെ, ബാഗിന്റെ ഒക്കെ ബക്കിൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, ബാഗിലൊക്കെ എന്തുണ്ടാവും? ബക്കിൾ ഉണ്ടാവും. നമ്മൾ ചില ബാഗുകളിലൊക്കെ നമ്മൾ ഇതേപോലത്തെ ബക്കിൾ കാണാൻ പറ്റുന്നുണ്ടോ? സോ അവർക്ക് കുഞ്ഞു കുട്ടികൾക്ക് ഇത് അറിയില്ല എന്നല്ല, അവരെ പഠിപ്പിക്കാൻ നമ്മള് പ്രാക്ടിക്കൽ ലൈഫിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ അവരെ ചെറുപ്പത്തിൽ ട്രെയിൻ ചെയ്യാണ്. കണ്ടോ മിസ്? ഇത് ആക്ടിവിറ്റി ആയിട്ട് നമ്മ മേക്ക് ചെയ്യണ്ടാണോ ഇത്? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇതെല്ലാം നിങ്ങൾ മേക്ക് ചെയ്യേണ്ടതാണ്. അതേടാ, ഞാൻ പറയാം കേട്ടോ. ഡീറ്റെയിൽസ്, കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം. രണ്ടത് എന്താണ്? ബക്കിൾ ഫ്രെയിം ആണ്. ഓക്കെ, നമുക്ക് പഴയ ബാഗിൽ നിന്നൊക്കെ കിട്ടും ഈ ബക്കിള്. പഴയ ബാഗിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുട്ടികളുടെ പഴയ ബാഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഫ്രെയിം എന്ന് പറയുന്ന സാധനം നമുക്ക് റിമൂവ് ചെയ്തിട്ട് അടുത്ത ഫ്രെയിം ഇടാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. ഫ്രെയിമിന്ന് ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. അപ്പൊ അത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രെയിമിന്റെ മെറ്റീരിയൽ റിമൂവ് ചെയ്തിട്ട് അടുത്ത ഫ്രെയിം നമുക്ക് ഈ ഒരു ഫ്രെയിമിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത ഫ്രെയിം ഞാൻ ഇടാൻ നിൽക്കുന്നില്ല, ടൈം ഒത്തിരി പോകും. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഓരോ ഫ്രെയിം കാണിക്കാണ്ട് നിങ്ങളെ. ഇതെന്താണെന്നറിയാം? ഇത് വെൽക്കോ എന്ന് പറയും ഫ്രെയിം. ഇതുണ്ടോ വെൽക്കോ? കാണുന്നുണ്ടോ നിങ്ങള്? ഇത് വെൽക്കോ ഫ്രെയിം ആണ്. ഓക്കെ അല്ലേ? വെൽക്കോ. ചെറിയ കുട്ടികൾക്ക് ഷൂ ലേസ് കെട്ടാനായിട്ട് അറിയാൻ പറ്റിയ, അല്ലെങ്കിൽ അതിന് ആ ഷൂ ലേസിന്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു ഫ്രെയിം ആണ് ലേസ് ഫ്രെയിം എന്ന് പറയും. ഓക്കെ, കാണുന്നുണ്ടോ? പല രീതിയിലും അത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോ കുട്ടികളുടെ അവർക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഷൂ ലേസ് ഇങ്ങനെ ഫ്രെയിം പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് ലേസിന്റെ ഫ്രെയിം, ഷൂ ലേസ് ഫ്രെയിം. ദെൻ നെക്സ്റ്റ് ആണ് സിഗ് ഫ്രെയിം. നെക്സ്റ്റ് ഫ്രെയിം എന്താണ്? സിഗ് ഫ്രെയിം. ഓക്കെ, കണ്ടോ? ഇത് സിഗ് ഫ്രെയിം. ഇത് നമുക്ക് ഈ ഫ്രെയിമിൽ തന്നെ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഞാൻ സമയം പോണോണ്ട് ചെയ്യാത്തതാണ്. ഫ്രെയിമിൽ ഇട്ട് കാണിക്കുക, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. ഇത് ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് പ്രോപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്ത് നമുക്കത് ഫ്രെയിം ഇടാനൊക്കെ ഉള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷെ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. സോ ഇതാണ് സിഗ് ഫ്രെയിം. ഇത് ഞാൻ ഇന്ന് 5 ഫ്രെയിമിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അല്ലെ? ഏതൊക്കെയായിരുന്നു?
ബട്ടൺ ഫ്രെയിം, വെൽക്രോ, ബക്കിൾ ഫ്രെയിം, ബക്കിള്, ലേസ്, ലേസ്, അപ്പോ ഇത്ര 5 ഫ്രെയിം അല്ല, ഇതിൽ കൂടുതലുണ്ട്. നമ്മള് ബാക്കിയുള്ളത് അവിടെ ഹെഡ് ഓഫീസിൽ എത്തിയാണ്. അത്രയും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ ഉള്ളത് മാത്രമേ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളൂ. ബാക്കി ഇമേജസ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം, ഫിസിക്കലി കാണിച്ചു തരാം കേട്ടോ, ബാക്കിയുള്ള ഇമേജസ്. ബട്ടൺ ഫ്രെയിം കുറച്ചുകൂടി എളുപ്പമാണ് ടീച്ചർ. വേണ്ട ഓൾഡ് ഷർട്ട് ഒക്കെ ഉണ്ടാവില്ലേ, അതിന്റെ കോളർ ഫുള്ള് കട്ട് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ബട്ടൺ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ കാണിച്ച പീസ് ഉണ്ടല്ലോ, വുഡിന്റെ പീസ്, അത് ഈ ക്രാഫ്റ്റിന്റെ ഒക്കെ കടയില് കിട്ടുമെന്ന് പറയുന്നുണ്ട് കുട്ടികള്. ക്രാഫ്റ്റിന്റെ ഒക്കെ കടയിൽ നിന്ന് അധികം പൈസ ഒന്നുമില്ല, 20 റുപ്പീസ് ഒക്കെ ഉള്ളൂ ഒരു പീസിന് എന്ന് പറയുന്നുണ്ട്. അതേപോലത്തെ വുഡിന്റെ പീസ് ക്രാഫ്റ്റിന്റെ കടയിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ ആണ് ടീച്ചർ. അപ്പൊ ഞാൻ ഏതൊക്കെ ഫ്രെയിമാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ലിസ്റ്റ് തരട്ടെ? ഓക്കെ, ഫസ്റ്റ് ആരെങ്കിലും ടൈപ്പ് ചെയ്തിടോ, അല്ലെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്യണോ? ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്യാം. ഫസ്റ്റ് എന്തായിരുന്നു? നോർമൽ ബട്ടൺ ഫ്രെയിം. ക്യാപ്സ് ആക്കട്ടെ. നോർമൽ ബട്ടൺ ഫ്രെയിം. നോർമൽ ബട്ടൺ ഫ്രെയിം ആണ് ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത്. രണ്ടാമത്തത് ബക്കിൾ ഫ്രെയിം ആണ്. ബക്കിൾ ഫ്രെയിം ആണ്. നിൽക്കട്ടെ, ഇതിന്റെ ഓർഡറിൽ ടൈപ്പ് ചെയ്യാം. പ്രസ് ബട്ടൺ ഫ്രെയിം ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഓർഡറിൽ ഞാൻ ടൈപ്പ് ചെയ്യാം. പ്രസ് ബട്ടൺ ഫ്രെയിം ഉണ്ട്. അത് പ്രസ് ബട്ടൺ എന്ന് പറഞ്ഞാല് ഇപ്പൊ ചെറിയ കുട്ടികളുടെയൊക്കെ ഡ്രസ്സിൽ പ്രസ് ബട്ടൺ ആണ് ഇപ്പൊ വരുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രസ് ബട്ടൺ ഫ്രെയിം അതിപ്പോ കുഞ്ഞു കുട്ടികളുടെ ഒക്കെ ഡ്രസ്സിലെ മിക്കതിലും അങ്ങനെ പ്രസ് ബട്ടണാ വരുന്നത്. അത് ആണ് ഈ പ്രസ് ബട്ടൺ ഫ്രെയിം എന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കാണുന്നുണ്ടോ പ്രസ് ബട്ടൺ? ഇതാണ് പ്രസ് ബട്ടൺ ഫ്രെയിം എന്ന് പറയുന്നത് കേട്ടോ. മൂന്നാമത്താണ് സിപ്പ് ഫ്രെയിം. സിപ്പ് ഫ്രെയിം. 4 വെൽക്കോ ഫ്രെയിം. 5 ലേസ് ഫ്രെയിം. 6 ഹുക്ക് ഫ്രെയിം. അറിയോ? ഹുക്ക് ഫ്രെയിം ഉണ്ട്. ഫ്രെയിം നോക്കട്ടെ, കാണിച്ചു തരാവേ. ഹുക്ക് ഫ്രെയിം നിങ്ങൾക്ക് ചിലപ്പോ ഞാനിപ്പോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫ്രെയിം കാണിച്ചു തരാം. അത് ബ്ലൗസിലൊക്കെ ഫിറ്റ് ചെയ്യണതാണോ? അതല്ലടാ, നമ്മള് കാണിച്ചു തരാം. ബ്ലൗസില് അങ്ങനത്തെ ആണോന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ കുറച്ച് വ്യത്യാസം ഉണ്ട്. പഴയ നമ്മള് സ്കേർട്ട് ഒക്കെ ഇല്ലേ, സ്കേർട്ട് പാന്റിൽ വെക്കുന്നൊക്കെയാണോ മിസ്? എന്താടാ? പഴയ പാന്റിനൊക്കെ കുട്ടികളുടെ ട്രൗസറിന് വെക്കണ അതിന്റെ ഇപ്പൊ കാണാൻ പറ്റുന്നില്ലേ ആ ഹുക്ക്? ഓക്കെ അല്ലേ? ഹുക്കിന് അധികം പൈസ ഒന്നും ആവില്ല, കുറച്ച് പൈസ ആവുള്ളൂ കടയിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. മിസ് എനിക്ക് തോന്നുന്നു ചെറിയ പൈസ മാത്രമേ ആവുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് ഹുക്ക് ഫ്രെയിം. എത്രണ്ണായി? ലേസ് എഴുതി ടെസ്റ്റ് ചെയ്തില്ല. ഇനി ഒരു ഫ്രെയിം ഉണ്ട്, 7ാമത്തത് നമ്മുടെ ഉണ്ടായിരുന്നില്ല. ബെൽറ്റ് ഫ്രെയിം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ബെൽറ്റ് ഫ്രെയിം കുറച്ച് വ്യത്യാസമുണ്ട്. ബെൽറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പഴയ ബെൽറ്റ് ഇല്ലേ, അത് നമ്മള് യൂസ് ചെയ്യാൻ പറ്റാത്ത ബെൽറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ബെൽറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ബെൽറ്റ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ,
വാച്ചിന്റെ സ്ട്രാപ്പ് പോലത്തെ സംഭവം വെച്ചിട്ടും ബെൽറ്റ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പഴയ ബെൽറ്റ് എടുത്താൽ മതി, ഒത്തിരി പൈസ ഒന്നും എടുക്കണ്ട കേട്ടോ, പുതിയതൊന്നും എടുക്കണ്ട. പഴയതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ബെൽറ്റ് ഫ്രെയിം ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെയാണ് ടീച്ചർ. ഇനി പഴയ സാധനങ്ങൾ ഇനിയിപ്പം തിരഞ്ഞു പിടിക്കണം. കുറെ വാച്ചില്ലേ നമ്മളൊരു സെറ്റായിട്ട് വരുന്ന ഒരു 12 ഒക്കെ ഉള്ള അതൊക്കെ ഉണ്ട്, എവിടെയോ ഉണ്ട്. അതൊക്കെ ഇനി നോക്കിയെടുക്കാം. എന്നാൽ മതി, നമ്മൾ പതുക്കെ അറേഞ്ച് ചെയ്താൽ മതി. കാരണം നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ മുതൽ ചിന്തിക്കേണ്ടത് എന്താണ്, നമുക്ക് ഇനി ഫ്രെയിമുകളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിന് എനിക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പറ്റും? എനിക്ക് വുഡ് വേണമല്ലോ. അപ്പൊ വുഡ് ഞാൻ എന്ത് ചെയ്യും? ക്രാഫ്റ്റ് കടയിൽ പോയി ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത് തന്നെ വുഡ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുത്ത് ഫ്രെയിം ആക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ചിന്തയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കണം. ഇനി അങ്ങനെയാണ്. ഓക്കെ ഓക്കെ അല്ലേ? ടീച്ചർ അത് ഒരു ഫ്രെയിം മതിയോ, അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ ഫ്രെയിമാണോ ആക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൽ ഓരോന്നിട്ടിട്ട് ചെയ്താൽ മതിയോ? അല്ല, അതില്ലേ ഒറ്റ ഫ്രെയിം റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നത്, ചില മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒരു ഫ്രെയിം ആവാം. പിന്നെ വേറൊരു പ്രശ്നമുള്ളത്, നിങ്ങളിത് പ്രാക്ടിക്കലിന് പോകില്ലേ, നിങ്ങൾ എന്താ പറയാ ട്രെയിനിങ്ങിന് വേണ്ടി പോകുമല്ലോ ഇല്ലേ? ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ ഇത് ക്യാരി ചെയ്തുകൊണ്ട് പോകാനും അവിടുത്തെ കുട്ടികളെ അത് കാണിക്കാനും നമുക്കത് നല്ലതാണ്. അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ നല്ലതാണ്. അപ്പൊ അറ്റ് എ ടൈം നമ്മുടെ കയ്യിൽ ഒന്നിൽ കൂടുതലും 2 or 3 ഫ്രെയിം ഒക്കെ ഉണ്ടെങ്കിൽ അറ്റ് എ ടൈം എല്ലാവർക്കും മിക്ക കുട്ടികൾക്കും എത്തിക്കാനായിട്ട് ഈ ഫ്രെയിമുകൾ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഈ ഫ്രെയിമിന് എന്താ പറയാ? ഷോപ്പിൽ ചെന്നിട്ട് എന്താ പറയാ? ഈ ഫ്രെയിമിന് എന്താ പറയാ? കടയിൽ നിന്ന് വാങ്ങിക്കാനാണോ? ക്രാഫ്റ്റ് ഒക്കെ ഉള്ള ഷോപ്പിൽ പോയിട്ട്. ക്രാഫ്റ്റ് ചെയ്യുന്ന ഷോപ്പിൽ ഇത് കിട്ടില്ല. ഇത് നിങ്ങൾ തന്നെ അത് പ്രിപ്പയർ ചെയ്തെടുക്കായിരിക്കും നല്ലത്. കാരണം ഒത്തിരി പൈസ ആവൂടാ. ഞാൻ വേണമെങ്കിൽ ഒരു ഇമേജ് കാണിച്ചു തരാം. എത്ര രൂപയാകുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനത് കടയിൽ നിന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ. മറ്റേ ഫ്രെയിമിന്റെ റേറ്റ് കാണിച്ചു തരാം. പഴയ മറ്റേ സ്ലേറ്റ് ഇല്ലേ ടീച്ചർ, പണ്ടുള്ള ആ സ്ലേറ്റ് അതുപോലത്തെ കിട്ടുവാണെങ്കിൽ നല്ലതാണ്. അതാകുമ്പം ചെറുതുമാണല്ലോ, സൈസ് ഒക്കെ നല്ല. അത് ഓക്കെയാണ്, അത് കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു സ്ലൈറ്റിന്റെ കാര്യം. ഈ ബട്ടണിങ് ഫ്രെയിമിന്റെ പ്രൈസ് ജസ്റ്റ് ഒന്ന് ചുമ്മാ നോക്കിക്കോ, ഒരെണ്ണത്തിന്റെ റേറ്റ് കാണാൻ പറ്റും. കാണുന്നുണ്ടോ നിങ്ങള്? ടീച്ചർ ഇതിന്റെ റേറ്റ് നോക്കിയാൽ മതിയല്ലോ. എല്ലാ ഫ്രെയിമും കൂടി ഉണ്ട്, പക്ഷെ റേറ്റ് വന്നിരിക്കണുണ്ടോ? ഒത്തിരി പൈസയാവും. അപ്പൊ നമ്മൾ അത്രയും പൈസ ഒന്നും വേണ്ട വരില്ല. ഞാൻ പറഞ്ഞില്ലേ, ക്രാഫ്റ്റിന്റെ കടയില് ആ വുഡിന്റെ പീസ്, ഒരു പീസ് ഇല്ലേ, ഒരു പീസ്, ഒരു ഫ്രെയിം എന്ന് പറയുമ്പോൾ 4 പീസാണ്. ഒരു പീസിന് എന്തോ 20 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അത് നമുക്കനുസരിച്ച് സൈസിൽ അത് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അധികം ഒത്തിരി പൈസ ഒന്നും ചെലവില്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫ്രെയിമുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനും. ഈ സംഭവങ്ങൾ നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫ്രെയിമുകളൊക്കെ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് വീട്ടിലുണ്ടാവും. ഈ ഷൂ ലേസ്, ഏതെങ്കിലും പഴയ ഷൂവിന്റെ ലേസ് എടുത്താൽ മതി. അതേപോലെ ബട്ടൺ എന്ന് പറഞ്ഞത് ആ കുട്ടി പറഞ്ഞ പോലെ പഴയ ഷർട്ട് നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്തെടുക്കാം. ബക്കിളിന്റെ കാര്യത്തിലാണെങ്കിൽ എന്താണ്, പഴയ ബാഗ് ബക്കിൾ 2 കട്ട് ചെയ്തെടുത്ത് അത് ഫ്രെയിം ആക്കിയാൽ മതി. അപ്പൊ ഓരോ മെറ്റീരിയൽസും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് എന്ത് ചെയ്യണം? ഫ്രെയിം പ്രിപ്പയർ ചെയ്യണം. ഓക്കെ അല്ലേ എല്ലാവരും? ടീച്ചർ വെൽക്കോ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടില്ലേ, അതെന്താണ്? വെൽക്കോ ഫ്രെയിം അങ്ങനെ എന്തോ പറഞ്ഞിരുന്നില്ലേ? അത് കാണിച്ചില്ല അല്ലെ? വെൽക്കോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ കാണിക്കാന്. വെൽക്കോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാണിച്ചില്ല. വെൽക്രോ ആണ്. ഇതടാ, ഇതുണ്ടോ? കാണുന്നുണ്ടോ കൊച്ച്? ഓക്കെ ടീച്ചർ, ഇതിന്റെ പേരാണല്ലേ? ഓക്കെ. ഇത് കാണിച്ചിരുന്നു. ആ പേര് കേട്ടിട്ട് എനിക്ക് അത്ര പരിചയമില്ല, അതാണ്. ഓക്കെ, നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ അത് പ്രിപ്പയർ ചെയ്തോ, കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ. ഇത് അധികമില്ല, എനിക്ക് തോന്നുന്നു പീസിന് അല്ല 1 മീറ്ററിന് എന്തോ നിസ്സാരം പൈസയേ ഉള്ളൂ ഈ വെൽക്രോന്റെ മെറ്റീരിയലിന്. അധികം പൈസയില്ല. നമ്മൾ തയ്യൽ കടയില് തയ്ക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന കടയിലെങ്ങാനും അന്വേഷിച്ച് കഴിഞ്ഞാൽ മിക്ക സാധനങ്ങളും കിട്ടും. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? എന്നത്തേക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും? 8 എണ്ണം ഉണ്ട്, 8 ഫ്രെയിം ഉണ്ട്. വേണമെങ്കിൽ 4 വീതം ഒരു പ്രാവശ്യം, പിന്നത്തെ 4 അടുത്ത പ്രാവശ്യം, അങ്ങനെ വേണം നമുക്ക് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കേണ്ടതായിട്ട് വരും. എങ്ങനെയാ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണേ? എന്താണ് 7 എണ്ണല്ലേ മിസ് പറഞ്ഞത്? ബക്കിൾ ഫ്രെയിം അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നടാ, നോക്കിയോ? 8 എണ്ണം പറഞ്ഞത്. 8 എണ്ണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 4 മതിയോ?
ഓക്കെ. അപ്പോ വിഷു ഒക്കെ കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഫസ്റ്റ് 4 നോർമൽ ബട്ടൺ ഫ്രെയിം, പ്രസ് ബട്ടൺ ഫ്രെയിം, സിബ്, വെൽക്രോ ഫ്രെയിം, അത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും 4 ഫ്രെയിം ഇഷ്ടമുള്ള 4 ഫ്രെയിം എന്ന് പ്രസന്റ് ചെയ്യണം എന്ന് വെച്ചാൽ 17th പ്രസന്റ് ചെയ്യണം. ഏപ്രിൽ 17th. ഓക്കെ ആണോ? ഏപ്രിൽ 17th ഓക്കെ അല്ലേ ടീച്ചർ? മെയ് ഫസ്റ്റ് വീക്ക് മതിയോ? അപ്പോഴേക്കും മതിയോ 4 എണ്ണം? അങ്ങനെയാണെങ്കിൽ 8 എണ്ണവും ചെയ്യേണ്ടി വരും. മെയ് ഫസ്റ്റ് വീക്കിലേക്ക് ആവുമ്പോൾ 8 എണ്ണം ചെയ്യേണ്ടി വരും. കാരണം നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ കോഴ്സ് തുടങ്ങിയിട്ട് ഒത്തിരി ടൈം ആയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ആണ് വന്നത്. എനിക്ക് പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് വൈവേക്ക് വേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ മെറ്റീരിയൽസ് എല്ലാം. ഇത് ഒത്തിരി പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഈ ഫ്രെയിമുകൾ മാത്രമല്ല, അത് കഴിഞ്ഞ് ഒത്തിരി മെറ്റീരിയൽസ് നമുക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഒത്തിരി ടൈം തരാനായിട്ട് പറ്റൂല. അങ്ങനെ ഒത്തിരി ടൈം തരാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പ്രസന്റ് ചെയ്യാനായിട്ട് വരും. വൈവയുടെ സമയത്ത് ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും നമുക്ക് വൈവയ്ക്ക് മാർക്ക് ഇടണത്. ഓക്കെ ഓക്കെ ടീച്ചർ. 17th ഓക്കെ ആയവരുണ്ടെങ്കിൽ ചെയ്തോട്ടെ. എനിക്ക് എന്താമത് ഇപ്പോ വിഷുവും കഴിഞ്ഞ ആ സമയത്തൊക്കെ ഫുള്ള് തിരക്കാണ്. അതാണ് ഞാൻ 17th പറ്റില്ല എന്ന് പറഞ്ഞത്. കംഫർട്ടബിൾ ആയവർ ചെയ്തോട്ടെ. ഞാൻ എനിക്ക് പിന്നെ ചെയ്താൽ മതി. മെയ് ഫസ്റ്റിന് ആർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? ഇത്രയും ഫ്രെയിമുകളുണ്ട്. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഫ്രെയിം മെയ് ഫസ്റ്റിനുള്ളിൽ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അസെറ്റാണോ? ഓക്കെ ടീച്ചർ. ഓക്കെ ടീച്ചർ. മെയ് ഫസ്റ്റിനുള്ളിൽ ഇത്രയും ഫ്രെയിംസ് ചിലപ്പോ ചിലതൊക്കെ ഒരാൾക്ക് കിട്ടിയില്ലെന്ന് വരും. അപ്പൊ അത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഫ്രെയിമുകൾ വേണം. കാരണം പ്രാക്ടിക്കൽ അല്ലെങ്കിൽ വൈവയുടെ സമയത്ത് നമുക്ക് ഈ ഫ്രെയിം കാണിക്കാൻ പറയുമ്പോൾ നമ്മൾ എടുത്ത് കാണിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ നമുക്ക് ഇതിന് പോകുമ്പോൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകുകയാണെങ്കിൽ അവിടുത്തെ കുട്ടികൾക്ക് അത് ചെയ്ത് നോക്കാനും അപ്പൊ അവിടുത്തെ ടീച്ചർമാർക്ക് പുതിയൊരു അറിവ്, നമ്മളുടേതായ മെറ്റീരിയൽസ് നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് പോകണു, അവരെ പഠിപ്പിക്കുന്നു, അത് അവർക്കും ഒരു പുതിയ അറിവായി. സോ ഈ ഫ്രെയിമുകൾ നല്ല രീതിയിൽ നമുക്ക് ഇനിയും യൂസ് ചെയ്യണം. മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി കാണിക്കേണ്ടതാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല വൃത്തിയിൽ അത് പ്രിപ്പയർ ചെയ്യണം. മെയ് ഫസ്റ്റിനുള്ളിൽ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ഫ്രെയിംസ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ ടീച്ചർ. ഗീത ഓക്കെയാണ്. ബാക്കിയുള്ളവരോ? ഓക്കെ മിസ്. ഓക്കെ മിസ്. ആക്ഷൻ സോങ് പോലെ അവരെടുത്തിട്ട് ഇതിന് മാർക്കുള്ള ആള് വൈവയുടെ സമയത്ത് നമുക്ക് ആവശ്യമുള്ളതാണ്. നിങ്ങളുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം, പ്രസന്റ് ചെയ്യാം. സൈൻ ഔട്ട് ടൈം ആയിട്ടുണ്ട്. സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാണ്. ആർക്കൊക്കെ ആൻസർ കിട്ടി? സൈൻ ഔട്ടിന്റെ സമയമായി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്? നിങ്ങൾ ഓർക്കണില്ലേ? കിട്ടിയില്ല ആൻസർ? ടീച്ചർ ഓർക്കുന്നുണ്ട്, പക്ഷെ ഉത്തരം കിട്ടിയില്ല. ക്ലാസ് തുടങ്ങി പിന്നെ അത് മൈൻഡിൽ നിന്ന് പോയി. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ ആൻസർ കണ്ടുപിടിക്കോ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലല്ലോ? ക്വസ്റ്റ്യൻ മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി ഞാൻ സൈൻ ഇൻ ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്തോളോ? നിങ്ങൾ തന്നെ ചെയ്യണം. ക്ലാസ്സിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ട് ആരാണ് സൈൻ ഇൻ ചെയ്യേണ്ടത്, ആരാണ് പ്രെയർ പറയേണ്ടത്. സെയിം എല്ലാ പ്രാവശ്യം ഒരാൾ തന്നെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു മടുപ്പുണ്ടാവും. അപ്പൊ 12-15 പേര് ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഒരാള് ഏറ്റെടുക്കുക. ഞാൻ ഇന്ന് പ്രെയർ പറയും, ഞാൻ സൈൻ ഇൻ പറയും, ഞാനായിരിക്കും ഇന്നത്തെ തോട്ട് ഓഫ് ദി ഡേ പറയുന്നത്, സൈൻ ഔട്ട് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരത് എന്ത് ചെയ്യാ, നമ്മുടെ ഡ്യൂട്ടി ആണ്. നമ്മൾ ഡ്യൂട്ടീസ് ഫോളോ ചെയ്യണമെന്ന് പഠിച്ചില്ലേ? ജനറൽ മാനേഴ്സിൽ പറഞ്ഞുള്ള കാര്യം നമ്മുടെ ഡ്യൂട്ടീസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. അപ്പൊ ഞാനിന്ന് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. ഓക്കെ ടീച്ചർ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.